നമസ്കാരമുണ്ട്. കുറേ ദിവസം കൊണ്ട് കാണാനില്ലായിരുന്നല്ലോ, എവിടെയായിരുന്നു? നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എക്സാം ആയിരുന്നു. എനിക്ക് ഇന്നലത്തോടു കൂടി അങ്ങനെ കോളേജ് ജീവിതം അവസാനിച്ചിരിക്കുന്നു. ഇന്നലെ ഫൈനൽ എക്സാം ആയിരുന്നു. ഒഫീഷ്യലി റിട്ടയർ ആയിരിക്കുന്നു. 5 ഇയർ LLB കഥ. ഓക്കെ, അപ്പം നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറും. രണാസുന. പക്ഷെ വേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഈ ഒരു വിഷയത്തിൽ. ആളുകൾ ഓരോന്ന് ചോദിക്കും, പച്ച ഇറച്ചി തിന്നണ രണാസുനര, പച്ച ഇറച്ചി തിന്നണ? നമുക്ക് കുറച്ച് റോസ്റ്റ് ചെയ്ത് തിന്നാം. ഇല്ല, പച്ചയ്ക്ക് വേണം. ശകലം ഒന്ന് ആവിയേറ്റിയേ കഴിക്കുള്ളൂ. നിങ്ങൾ ദയവ് എഴുതി പച്ച ഇറച്ചിയുടെ കാര്യം പറയാതിരിക്കും. ശകലം ഒന്ന് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടൊന്ന് ആവിയേറ്റിട്ട് അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം സവാള ഗിരി ഇടയ്ക്ക് വെച്ച് ഒരു ഇത്തിരി ഉയരമുള്ള ഒരാളുമായിട്ട് എവളിങ്ങനെ പൂവൊക്കെ റോസാപ്പൂ എടുക്കണ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ വന്നിരുന്ന് തള്ളണാണ്ട് അതിലെന്തോ വിഷയമായി. അയാൾ ഓട്ടിക്കണേ അയാൾ പറയുന്നതൊക്കെ വേഷം ധരിക്കാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഒരു തള്ളി ഞാൻ ഓർക്കുന്നു. അതുപോലെ അയാൾ മുന്തിരിങ്ങ വയറിൽ വെച്ചിട്ട് കടിക്കാൻ പറഞ്ഞ്, പിന്നെ കിസ് കൊടുക്കാൻ പറഞ്ഞ്, കവിളിലും നെറ്റിയിലും മൊത്തത്തിൽ കിസ് കൊടുക്കാൻ പറഞ്ഞ്, അതുകൊണ്ട് എനിക്ക് വയ്യ. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരി ഓടി. എവിടെയാണ്? മീഡിയക്കാരെ കുറേ എണ്ണത്തിനെ വിളിച്ച് വരുത്തിയിട്ട് അവരെയും കൊണ്ട് ഓടി. എവിടെയാണെന്ന് മനസ്സിലായ? ബാറിൽ. പുള്ളിക്കാരെ നായികയെ നോക്കണം, നായികയെ കണ്ടില്ല. നായിക വലിഞ്ഞ് യവന്മാരെ കൂടെ അടിച്ച് ഫിറ്റായി വന്നിട്ട് പറയണ്, നീ പറയാൻ ചോദിക്കാൻ നീ ഞാൻ പോവേണമെന്നും പറഞ്ഞ് ഒരൊറ്റ പോക്കങ്ങ് പോയി. ആൾ പിറക്കെ മടലുമായിട്ട് ഓട്ടിച്ച്. അവൾക്ക് ചുട്ടി വേഷം ധരിക്കാൻ പാടില്ല, അവൾക്ക് ഇഷ്ടമല്ലെന്ന്. അപ്പോൾ അവൾക്ക് എന്തെന്നെ സപ്പറേഷനിൽ വന്നിരുന്നും കൊണ്ട് മൊത്തത്തിൽ വെളിയിലിട്ടും കൊണ്ടാണ് ഇരുന്ന് കാണിക്കണം. എല്ലാവരും ഫ്രീ ആയിട്ട് കാണിക്കത്തില്ല. നമ്മൾ കുറച്ച് പൈസ ഒക്കെ കിട്ടി നമ്മൾ കുറച്ചൊക്കെ കാണിക്കാം. അത് ഇന്നലെ ഞാൻ തള്ളനായിട്ട് എൻ്റെ കുട്ടികൾക്ക് മാത്രമേ ഞാൻ കാണിച്ചു കൊടുക്കുള്ളൂ. സപ്രസനിലെ കുട്ടികൾക്ക് അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ എടുത്തങ്ങ് വെച്ച് കാണിച്ചു കൊടുക്കുമെന്ന് പരസ്യമായിട്ട് മൊത്തത്തിൽ. ഓസിന് കാണിച്ചു കൊടുക്കണോ? ഒരാളെ കൂടെ എവക്ക് ഇങ്ങനെയൊന്നും മുത്തണതും നക്കണതൊന്നും അഭിനയിക്കാൻ വയ്യ. ഇതിന് അവള് പറയണ അഭിനയം എന്നാണ്. നമുക്ക് അഭിനയമായിട്ടൊന്നും തോന്നുന്നില്ല. ഇതെന്തോന്ന് അഭിനയമാണ്? ജീവിച്ച് മരിക്കും. ഇങ്ങോട്ട് വാന്ന് പറയുമ്പോ പെട്ടെന്നങ്ങ് ചാടി വീഴേണ് ചെയ്യണത്. അയ്യോ ഇല്ല, ആക്രാന്തം പിടിച്ച് ചാടുങ്ങണക്ക് നമുക്ക് അതൊന്ന് കാണാം. നമുക്ക് കെട്ടിപ്പിടി. അയാളെ കൂടെയാണ് പാടില്ലാത്തത്. പുതിയ ആളാണ്. ഇപ്പൊ മുമ്പ് പ്രതീഷിനെയും ദാസേട്ടനെയൊക്കെ എല്ലാവരും കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുന്നത്. എന്റെ പൊന്നെ, പുതിയ ആളാണ്. പ്രതീഷിന് രാജേഷിനൊന്നും വരാൻ വയ്യ. പഴമൊരു ദാസപ്പനൊന്നും മതിയായി. ഭാര്യ ആരും ഓട്ടിച്ച്. നീങ്കട ഇതിനകത്ത് കയറി ഒന്നും പറയല്ലേ. രണ്ട് പശു ചാണകം ഇടണ എക്സ്പ്രഷൻ ആണ്. അയ്യോ, പറയുമ്പോ അല്ല, ഒരു ആക്രാന്തം പിടിച്ചൊരു ചാട്ടമുണ്ട് യവന്മാരെ കാണുമ്പം. മൊത്തത്തിലങ്ങ് വീഴാണ്. അത് വീഴാൻ പറയുമ്പോഴല്ല വീണ, അതിന് മുമ്പേ വീഴാണ്. വീണിട്ടങ്ങ് അമർത്തേണില്ല. എന്തരാ നിധി കിട്ടിയണക്കങ്ങ് പിടിച്ച് വരിഞ്ഞ് മുറുക്കിയിട്ട് ആ കൈ കൊണ്ട് എന്തൊക്കെയാണ് കാണിക്കണത്. ദാ ഇങ്ങനെ അള്ളുന്നുണ്ട്, അവള് പിറക്കങ്ങനെ അള്ളുന്നുണ്ട്, അവനെ മാന്തുന്നുണ്ട്. അഭിനയം അമ്മിയേ, ഇതൊക്കെയാണ് അഭിനയം എന്ന് പറയണത്. വല്ല കഴിവുണ്ടോ ഇതിന്? ഇങ്ങനെ ഇരുന്ന് ഡ്രാമ കാണിക്കാനല്ലാതെ ഇങ്ങനെ പോയി അഭിനയിക്കാൻ വല്ല കഴിവോ? ഇങ്ങനെ അഭിനയിച്ചാ എവളെ എല്ലാരും കൂടെ അതല്ലേ ഈ കട്ടെന്ന് പറയുമ്പോ ഉണ്ടല്ലോ, ആ അഭിനയത്തിൽ നിന്ന് അങ്ങ് തെന്നി മാറണം. അതൊക്കെ ഒന്ന് കാണണം. അല്ല, അത് മാറണുണ്ടോ? നമ്മൾ ഇത്ര നേരം അഭിനയിച്ചതാണേ. അടുത്തത് നമ്പർ 3. ഇവർ അഭിനയിക്കുന്ന എല്ലാ ഷോർട്ട് ഫിലിമും ഈ ഒരു സിനിമ
വിടണല്ല, പിടിച്ചാലും വിടൂലെന്ന് അമർത്തി. എന്തേലും ആക്ഷൻ, അവർ ആക്ഷൻ പറയണതിന് മുമ്പേ അവിടെ ഇരിക്കുകയല്ലേ. ചെസ് നമ്പർ ഇതാരും ഉടുപ്പില്ലാത്ത സാധനം. ഇതുണ്ട്, ഇത് വേറൊരു സാധനമാണ്. ഇവിടെ നിന്നാണ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. അവന് ഉടുപ്പില്ലെങ്കിലും വേണ്ടൂല. എടി നീ ഒരു കാര്യം ചെയ്, നീ ഒരു നിക്കർ ചെട്ടിയെടുത്തിട്. ഇതിനെക്കാട്ടിയും ഇത് പറ്റിയല്ലേ, അതെടുത്ത് ഇടും. അത് ഇതിനെക്കാട്ടി അതാണ് നല്ലത്. നോക്കിക്കാണ് കാണിക്കുന്നത്. കൊണ്ടുവച്ച് ഉരച്ചു കൊടുത്ത് എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയാം അവൾ അവിടെ അങ്ങനെ ആക്കി വെച്ചിരിക്കണം. അതിനെ കൊണ്ട് അങ്ങനെയല്ല, ഇങ്ങനെ വന്നിട്ട് അവൻ ഷർട്ടും ഇല്ല ഒന്നുമില്ല. ഇങ്ങനെ വന്നപ്പോൾ എവളെന്തോന്നു ഇത് കൊണ്ടുവച്ചങ്ങ് ഇടിച്ചു കൊടുത്ത്. പാക്കുമറ്റേ ഇടിച്ചു കൊടുത്ത ഇടിച്ച് വായിലോട്ടിട്ട് ഞമ്മ തുപ്പണ വരുവായി. കുറേ കൊച്ചുങ്ങൾ എത്ര എണ്ണമാണെന്നറിയാം ഇത് കണക്ക് കണ്ട്. എവളാ സർപ്രൈസ് ലൈവ് കണ്ടിട്ട് പറഞ്ഞിട്ടില്ലേ, മക്കളെ ചേച്ചി വരും, നിങ്ങൾ എൻ്റെ കുട്ടിയൊക്കെ വേണ്ടിയാണ് ഞാൻ സർപ്രൈസ് വെളിയിൽ ഇതില്ല. ഇങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കാണിക്കണത്. ഇതരക്കെ വന്ന് വീണെന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് അല്ല ഇങ്ങനെ കാണിച്ചിരിക്കും. സ്പോഞ്ച് കെട്ടി വെച്ചിരുന്നത് ഇങ്ങനെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ അവനുമായിട്ടാണ്. അവൻ തന്നെ അണ്ട കഴുത്തിലള്ളി, കഴുത്തില്. സോറി, നേരെ അടുപ്പിക്കുക. എന്റെ പൊന്നോ, അതാര് പറഞ്ഞു കൊടുക്കണം? മാമൈ ക്യാമറമാൻ ആയിരിക്കും. അവർക്കൊരു സുഖം വേണ്ടേ കാണുമ്പോ. കഴുത്തില് അള്ളി കീറിയവൻ, കഴുത്തില് ഇടുപ്പില് മൊത്തത്തിൽ അള്ളി കീറക്കം തന്നെ. ഇത് ഫുള്ള് കെട്ടിപ്പിടിയാണ്. എന്റെ കണ്ണൊക്കെ ചുമന്ന് കലങ്ങിയിരിക്കുന്നു. പറഞ്ഞില്ലേ അവന്റെ കണ്ണൊക്കെ ചുമന്ന് ഫുള്ള് വെള്ളത്തിന്റെ അകത്താണ് ഇത് ചെയ്യുന്നത്. ആക്ഷൻ ഒന്നും പറയണ്ട, അതിന് മുമ്പേ ഇങ്ങനെ അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് ഇതും കൊണ്ടിട്ട് അങ്ങ് അങ്ങനെ കിടന്ന് തുള്ളണ അവന്മാരെ എടുത്തിട്ട് പൊക്കിയിട്ട് അടിക്കുമല്ല. പന്ത് പൊക്കും കണക്ക് 3 എണ്ണം. എന്തായാലും കള്ളും പെണ്ണും കുപ്പി, കള്ളും കുപ്പി, കള്ളും കുപ്പിയും പെണ്ണും കുഞ്ഞമ്മയും കള്ളും കുടി, പെണ്ണുപിടിയന്മാരും കള്ളും കുപ്പി. അവന്മാരെ അതില് ഫുള്ള് മദ്യത്തിൻ്റെ പുറത്താണ് കാണിച്ചത്. ഇവക്ക് ഇങ്ങനെ കാണിക്കണം, ഇതേ കണക്ക് കാണിക്കണം. ഇപ്പം അവന്മാരെ ഭാര്യമാര് പിടിച്ച് അമർത്തിയിട്ട് കൂട്ടിയിട്ടല്ല എണ്ണത്തിന്. അല്ല, പ്രതീക്ഷനെ വേണോന്ന് പറഞ്ഞ് നായകനായിട്ട്. മറ്റേ എവള് വിചാരിച്ചെന്നാ പൊക്കമുള്ള അവനല്ല ഈ റോസാപ്പൂ കൊടുക്കണം. പിണങ്ങിപ്പോയില്ലേ, ചാരായം കുടിക്കാൻ അവള് പോയത്. അപ്പം അത് പ്രതീക്ഷയാണെന്ന് വിചാരിച്ചെന്ന്. അതുകൊണ്ടാണ് അവള് വന്നത്. നോക്കിയപ്പോൾ ഇയാളാണ്. കൊച്ചു പയ്യന്മാരാണ് നോട്ടം. ഇതാ എത്തുകൂടെ തുറന്ന് കാണിക്കുന്നു. കണ്ടടി, കണ്ട് നീ അതിനകത്ത് എന്തൊക്കെയാണ് കാണിച്ച്. ക്യാമറമാൻ ഇങ്ങനെയാണ് ക്യാമറമാൻ. അതിനകത്ത് അവൾ എന്തൊക്കെയോ കാണിച്ച് അവൾ അങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കണ പാടാ അവക്ക് എന്നെ അറിയാം. അവിടെ ഒരു എന്തരാ പൊട്ടും കൂടെ വെച്ചിട്ടുണ്ടല്ലേ. പൊട്ടല്ലത് മാലയുടെ ചുട്ടി. എന്തരാ അവിടെ ഒട്ടിച്ച് വെച്ച് സർപ്രൈസ്. നിങ്ങൾ കണ്ടല്ല. ബാക്കി സബ്സ്ക്രിപ്ഷനില്ലേ അമ്മുമ്മ പാക്കുമറ്റേ ഇടിച്ച് തിന്നണ പരിവായി. പണം ഉണ്ടാക്കാൻ നടക്കണം കിളവി. ചുമ്മാ അല്ല, ആ ചെറുക്കന് നാണക്കേട് കരുതി ആ കിച്ചു. ഇത് അന്നം കിട്ടിയതുപോലെ കുറേ ആളുകൾ അങ്ങോട്ട് എവളിരുന്ന് പിച്ചച്ചട്ടി തായേ അമ്മേ തായേ എന്ന് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ കുറേ പണം കൊടുത്താണ് ഇവളെ ഈ നിലയിലാക്കിയത്. പിന്നെ പോരെങ്കിൽ എന്തൊരു ഓശാരത്തിനാ, ഓശാരം എന്നങ്ങോട്ടൊരു വാക്കിൽ എന്തരാ ഒരു ഇതുണ്ട്. അന്തരാ കുന്തറാണ്ടത്തിന് ഒരു വീടും കിട്ടി. എവളിരുന്ന് പിച്ച തണ്ടി ഒരു വീടും കിട്ടി. പിന്നെ അവൾക്ക് എന്തേരം എല്ലാ എണ്ണത്തിനെയും കൂടെ അതിനകത്ത് കൊണ്ടുവന്ന് അതിനകത്ത് അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ ഷോർട്ട് ഫിലിമിലെ സംവിധായകനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ തങ്കപ്പനെ പോലെ ഇരിക്കുന്നല്ലേ. തങ്കപ്പന്റെ അനിയനാണെന്ന് തോന്നുന്നു. ബിഗ് ബോസ് താരല്ല, ബിഗ് ബോസിന്ന് ചാടിച്ചരേണു. അല്ല, ഇറക്കി വിട്ടത് അടിച്ച് ഓടിച്ച്.
മോഹൻലാല് ലാലേട്ടൻ പറഞ്ഞ് പെട്ടിയും കിടക്കായിട്ട് എടുത്തോണ്ട് ഓടാൻ പറഞ്ഞു. അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ നാട് വിട്ട രേണുവാണ് രേഷ്മ പി തങ്കച്ചേ. തങ്കപ്പൻ ചേട്ടന്റെ ചേട്ടൻ അറിയാൻ വയ്യേ നാണുച്ചേട്ടാ. അഭിനയ കുലപതികളെ 24 മണിക്കൂർ ഈ മൊബൈലിൽ കുത്തി കുത്തി 24 മണിക്കൂർ മൊബൈലിൽ കുത്തി കുത്തിയല്ല, മൊബൈലില് ഇത് പ്രദർശിപ്പിച്ച് കാണിക്കുന്ന റെണാസുന. അപ്പനും ഉണ്ട് സപ്രഷൻ അപ്പനും ഉണ്ടല്ലേ. മനസ്സിലായി. ഒരറ്റത്തിരുന്നോണ്ട് സപ്രീസം കാണിച്ചിട്ട് റെണാസുന നേരെ കണ്ണീരെന്ന് പറയണതായിരിക്കും. കമന്റൊക്കെ നോക്കുമ്പോ അറിയാം കമന്റുകള്. മുലയ്ക്കൽ മൊബൈലില് നോക്കിയിട്ട് പറയുന്ന മുലക്കൾ വെളിയിലിട. എന്റെ പൊന്നോ, എന്റെ മുല്ലക്കൽ വെളിയിലിടാനല്ലേ പറഞ്ഞ. കേട്ടത് മാറിയതാണോ? ആ മുലകളെല്ലാം മുലകൾ കാണുകേ, എന്റെ മുലകൾ കാണുകേ. ഓ ശനിദശ തുടങ്ങി മാമ. ഇതേത് അവതാരം? അപരാധം. ഇവർക്ക് എല്ലാം ഒരേ കണക്കിനുള്ള ഒരേ വൈബ്. ഇത് പക്ഷേ രണാസുനയ്ക്ക് ചേരും ആ ഉപ്പുപ്പ. നല്ല അഭിനയമല്ല, ഓസ്കാറും കിട്ടും. ചേച്ചിക്ക് ഒരു കാൻഡിഡേറ്റ് നിൽക്കാൻ ചാൻസ് കിട്ടി നിൽക്കുമോ? ഇലക്ഷൻ നിൽക്കാൻ ഒരു ചാൻസ് ഇനി അതിന്റെ ഒരു കൊണവേ ഉള്ളു. ഇലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാത്തൊരു കുറവേ ഉള്ളൂ. ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഞാൻ കുറച്ച് തരും, വില കുറച്ച് തരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വില കുറച്ച് കാണാം. തീർച്ചയായിട്ടും എന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് മാറ്റം കൊണ്ടുവരുവാണെങ്കിൽ എന്ത് കൊണ്ടുവരും? കേരളത്തിലും മീഡിയയിലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റം. ഈ നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നല്ലോ. പക്ഷെ ഒരാളുടെ കുടുംബത്തിൽ കേറി എന്നെ സംബന്ധിച്ച് ഞാൻ സെലിബ്രിറ്റി ആണല്ലോ. ഏത് വകുപ്പിലെ സെലിബ്രിറ്റി തുണി അഴിച്ചിട്ട് കാണിച്ച സെലിബ്രേറ്റിംഗ് തുണി അഴിച്ചിട്ട് കാണിച്ചുള്ള സെലിബ്രിറ്റി. മഞ്ജു വാര്യരെയൊക്കെ എന്തേരെന്ന് പറയും? നിന്നെ ഈ സെലിബ്രിറ്റി മഞ്ജു വാര്യർ സെലിബ്രിറ്റി, ഇത് സെലിബ്രിറ്റി ആളാണോ? അങ്ങനെ പറയത്തുള്ളൂ. ചെറിയൊരു സെലിബ്രിറ്റി ആണ് ഞാൻ. അപ്പൊ എന്നെ പറ്റി പറഞ്ഞോട്ടെ, എന്റെ വീട്ടില് ഇരിക്കുന്ന തള്ളേനെ ഒക്കെ പറയുന്ന ഒരു തരം ജയിച്ചുണ്ടാക്കിയാലേ പറ്റോളാം. ജയിച്ചുണ്ടാക്കിയ പാർട്ടിക്ക് വേണ്ടി നാടിന് വേണ്ടി ചെയ്യണതാണ്. ഓശാനത്തിന് ആളുകളെ പണം കൊണ്ടും തിന്നും കുടിച്ചും ആ വീടും വെച്ച് കയറി കിടക്കണില്ലേ എല്ലാ എണ്ണം കൂടെ. അട്ടിപ്പേറ് കിടക്കണം എന്ന് പറയും അല്ലേ? പിന്നെ അട്ടിപ്പേരെന്നല്ലേ പറഞ്ഞാ എല്ലാം കൂടെ അടുങ്ങി കിടക്കണില്ലേ? എന്നിട്ട് ബാക്കിയുള്ളവരെ ചീത്തയും വിളിക്കും. അതല്ലേ നിന്റെ സ്വഭാവം. ദുബായിൽ വെച്ച് വിളിച്ചാലല്ല നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയാ, നമ്മൾ ഇതുവരെ ചിന്തിച്ച പോലെ അല്ലാത്തൊരു പെട്ടെന്നൊരു നമുക്കൊരു ഇത് വരുമ്പോഴത്തേന് നമ്മളത് സ്വയമായിട്ട് നമ്മൾ വിളിക്കാതെ ശല്യം ചെയ്യാതെ ഇരുന്നാൽ പോലെ. അതല്ലേ നല്ലത്. ഞാൻ വിളിച്ചില്ല. കിച്ചു വിളിക്കൂലെന്ന് പറ. അവള് വിളിക്കൂലെന്ന് പറയണ. അവന് നിന്നെ തീരെ ഇഷ്ടമല്ല. നീ കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങള് കണ്ട് അവൻ മടുത്ത്. അവനും സപ്രീഷ എടുത്തിട്ടുണ്ടായിരുന്നു, അവൻ്റെ കൂട്ടുകാരന്മാരും സപ്രീഷ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടെ കൂട്ടത്തോടെ സപ്രീഷ എടുത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്റെ വീഡിയോകൾ കിടന്ന് അങ്ങ് കറങ്ങി. ഞാൻ ഇനി എന്തായാലും അങ്ങോട്ട് കയറി ശല്യം ചെയ്യാൻ പോകും. ഇറങ്ങി കൊഴടി കിച്ചുവിന്റെ വീട്ടിൽ നിന്ന് മാനം മര്യാദയ്ക്ക് ഇറങ്ങുക. അങ്ങനെ ഉള്ള മര്യാദ ഉണ്ടെങ്കിൽ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. തങ്കപ്പനെ എല്ലാരെയും കൂടെ വലിച്ചെടുത്തോണ്ട് പോകണം. ആ കൊച്ചിന്റെ വീടാണ്. കെട്ടിപ്പൂടി ഇതാ ഇങ്ങനെ കിടക്കണം. നിന്നെ എങ്ങനെയാണ് വിളിക്കണത്? അവന് എന്നെ നാണക്കേടായി വന്നു. എന്തെന്ന് പറഞ്ഞ മക്കളൊക്കെ എന്തെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനല്ലേ പറഞ്ഞേക്കണം. സപ്രഷൻ ചെയ്യണം. മക്കളുമാരും സപ്രഷൻ ചെയ്യാതിരിക്കരുത്. ആദ്യം സപ്രഷൻ ചെയ്തവർ അവസാനം വരെ സപ്രഷൻ ചെയ്യണം. അപ്പോൾ ഇത് രാത്രി 12 മണി തൊട്ട് നേരം വെളുക്കണതുവരെ സപ്രൈസുണ്ട്. പെണ്ണുമ്പിള്ള അതിനകത്ത് ഇരുന്നിരുന്ന് പെണ്ണുമ്പിള്ളേരെ കണ്ണൊക്കെ അങ്ങ് കറുത്തു ഉറക്കോ ഇല്ല. എന്നിട്ട് പൈസ കിട്ടിയാ പോരെ.
ഇങ്ങനെ പോകും കെട്ടിപ്പിടിച്ച്. ആർക്കും ഓസിനൊന്നും കാണിച്ചൊന്നും തരത്തില്ല എല്ലാവരും